ആത്മഹത്യ എന്നുള്ള വിലയിരുത്തലിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ അന്വേഷണം എത്തിയിരിക്കുന്നത്. അത്തരത്തിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഒരു ആത്മഹത്യയല്ല എന്ന് കുടുംബം വിശ്വസിക്കുന്നത്? അത് കുട്ടിയുടെ മരണം മുതൽ ഇങ്ങോട്ടുള്ള സർവ്വ കാര്യങ്ങളും അന്വേഷിച്ചാൽ അത് ആത്മഹത്യയല്ല എന്ന് വ്യക്തമാണ്. വെള്ളത്തിൽ കിടന്ന് മരിക്കാൻ മാത്രമുള്ള വെള്ളം അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അർദ്ധനഗ്നയായിട്ടാണുള്ളത് കുട്ടി. പിന്നെ കുട്ടിയുടെ കാലിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചെരുപ്പ് കൃത്യമായി കാലിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മാരകമായ മുറിവിൻ്റെ പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി മുങ്ങൽ വിദഗ്ധരുടെ സ്ഥലത്ത് വന്നിരുന്നപ്പോൾ ഈ പരിസരത്ത് എവിടെയും ഒരു കല്ല് പോലുമില്ല എന്നുള്ളത് അതിവിദഗ്ധരായ മുങ്ങൽ വിദഗ്ധന്മാർ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ജസ്റ്റ് ഒന്ന് വന്നു പോയിട്ടുണ്ട്. എങ്കിലും അവരും വന്നു പോയ സ്ഥലമാണ്. ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഒട്ടേറെ ആളുകൾ വന്ന് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും പോലീസ് ആദ്യം മുതൽ തന്നെ വളരെ ലാഘവത്തോടുകൂടി ആത്മഹത്യയാണെന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനായ കൊണ്ടോട്ട് DYSP കേസ് ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഇവിടെ വീട്ടിൽ വന്ന ഉടനെ കയറിയ പാട് തന്നെ പറയുന്നു ഇത് ആത്മഹത്യയാണെന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് തന്നെ വളരെ എനിക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ സംസാരിച്ചത്, നിങ്ങൾ അങ്ങനെ മുൻവിധി എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നിലവിലെ അവസ്ഥ വെച്ചുകൊണ്ട് പറയുകയാണ് അദ്ദേഹം പറയുന്നു. പിന്നീട് ഞങ്ങൾ സമ്മർദ്ദത്തിൻ്റെയും നാട്ടുകാരുടെയും ആക്ഷൻ കമ്മിറ്റിയൊക്കെ പ്രവർത്തന ഫലമായി ബഹുമാനപ്പെട്ട കോഴിക്കോട് ക്രൈംബ്രാഞ്ച് സംഘം കേസ് ഏറ്റെടുക്കുന്നു. 1 വർഷത്തോളം അവരിങ്ങനെ നടക്കുന്നു എന്നല്ലാതെ വ്യക്തമായ തെളിവൊന്നും ഉണ്ടായിട്ടില്ല. ഈ നാട്ടുകാർക്കുള്ള അത്ര പ്രതീക്ഷ പോലും അവരൊന്നും ഉണ്ടായിട്ടില്ല. അവരാദ്യം മുതൽ ഇവിടുത്തെ ലോക്കൽ SIയും അതുപോലത്തെ DYSPയും എല്ലാം ആത്മഹത്യയാണെന്ന് പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് വെറുതെ വളരെ ലാഘവത്തോടു കൂടി റിപ്പോർട്ട് അങ്ങ് ഫോർവേഡ് ചെയ്യാണ്ടായിട്ടുള്ളത്. ഞാൻ പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട്, ആ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് നല്ല രൂപത്തിൽ ചോദ്യം ചെയ്താൽ ഇതിൻ്റെ എല്ലാ എവിഡൻസും പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ കള്ളക്കളി ഞങ്ങൾക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. പിന്നെ കാലാവധി പൂർത്തിയായി അവർ റിപ്പോർട്ട് സമർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ചാനലുകാരിലും ബഹുമാനപ്പെട്ട കോടതിയിലും മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ കേസ് ഇത്രത്തോളം മുന്നോട്ട് വരുന്നതിൽ ബഹുമാനപ്പെട്ട ന്യൂസ് 80 അതുപോലെ ഏഷ്യാനെറ്റ് തുടങ്ങിയ സർവ്വ ചാനലുകാരോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇത് കേവലം ഞങ്ങൾ ചാരിയാറിലുള്ള ഞങ്ങളെ ഈ കുട്ടിയുടെ കേസ് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒട്ടേറെ കുട്ടികൾ ഈ വേദന അനുഭവിക്കുന്നവരും പുറത്തു പറയാൻ മടിക്കുന്നവരും ആളുകളുണ്ട്. അവർക്കെല്ലാം വേണ്ടിയുള്ളൊരു പോരാട്ടമാണിത്. ബഹുമാനപ്പെട്ട CBI ഈ കേസ് അന്വേഷിച്ചുകൊണ്ട് സത്യസന്ധമായ രൂപത്തിൽ ഈ കാര്യം പുറത്തോട്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എത്ര വലിയ റാക്കറ്റാണെങ്കിലും ശരി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ഈ ചാനലുകാർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് രക്ഷിതാവ് എന്ന നിലയ്ക്ക് അപേക്ഷിക്കുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.